നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് എന്താണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ചാറ്റ് ജെമിനിയും മെറ്റായും ഒക്കെ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ്. അഥവാ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ്. ഇവയെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അഥവാ മനുഷ്യ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കണ്ടിട്ട് ഇവരെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട്, അഥവാ ജിഗാബൈറ്റിലും ടെറാബൈറ്റിലും ഒക്കെയുള്ള ഡാറ്റാസിനെ കളക്ട് ചെയ്ത് അതിനെ ഈ ഒരു ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് ആ രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തിരിക്കുന്നവയാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏഹ്, ഒരുപാട് ഡാറ്റകളെയാണ് ഇതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡാറ്റകളെ മനസ്സിലാക്കാൻ കഴിയും, ജനറേറ്റ് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിയും. ഇതാണ് ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്. അഥവാ മനുഷ്യ മസ്തിഷ്കം പോലെ തന്നെ മനുഷ്യന്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് ന്യൂറോണുകൾ പ്രവർത്തിച്ചിട്ടാണ്. ഇതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉള്ളിൽ ന്യൂറോണുകളല്ല ഉള്ളത്, ന്യൂറൽ നെറ്റ്വർക്കുകൾ പ്രോഗ്രാമുകളാണുള്ളത്. ആ പ്രോഗ്രാമുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. അഥവാ ഇതിന്റെ ടെക്നോളജി കിടക്കുന്നത് മൂന്ന് മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ടെക്നോളജി പ്രവർത്തിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അഥവാ ഡീപ്പ് ലേണിംഗ്, അഥവാ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്കുകളുണ്ട്. ന്യൂറൽ നെറ്റ്വർക്ക് ഹ്യൂമൻ ബ്രെയിന് സമാനമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ. അതേപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. സ്പെസിഫിക് ടൈപ്പ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്കുകളെയാണ് ട്രാൻസ്ഫോമർ പറയുന്നത്. ഇവർക്ക് പ്രത്യേക കാപ്പബിലിറ്റീസും ഇതിനുണ്ട്. അപ്പോൾ ഇവര് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിനെ ട്രെയിൻ ചെയ്യുന്നത് വെച്ചാൽ, ഒന്നാമതായിട്ട് മാസീവ് ഡാറ്റ ഉപയോഗിച്ചിട്ട്, ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ഡാറ്റ, ബുക്സ്, ആർട്ടിക്കിൾസ്, കോഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ഒരു പർട്ടിക്കുലർ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് സീക്വൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പാകത്തിന് അവരെ സൂപ്പർവൈസ് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, അഥവാ ഇവർക്ക് കിട്ടുന്ന ഡാറ്റകളെ അടുത്തൊരു പാറ്റേൺ ഏതാണെന്ന് കണ്ടെത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് റിലേഷൻ ചെയ്തുകൊണ്ട് ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ തന്നെ ഏറ്റവും വലിയ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ, ഇവർക്ക് ടെക്സ്റ്റ് അനാലിസിസ് നടത്താൻ പറ്റും. അഥവാ ടെക്സ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനും അതിൻ്റെ എക്സാക്റ്റ് ഇൻഫർമേഷൻസ് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതേപോലെ തന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു ലാംഗ്വേജ് മറ്റൊരു ലാംഗ്വേജിലേക്ക് ഹൈ ആക്യുറസിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സ്റ്റോറീസും ആർട്ടിക്കിൾസും പോയംസും മറ്റൊക്കെ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. കോഡ് ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ വരെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഡയലോഗ് സിമുലേഷന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, അഥവാ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്ന് വെച്ചാൽ ചാറ്റ് ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യന്മാർ സംസാരിക്കുന്ന പോലെ തന്നെ ഈ ചാറ്റ് ബോട്ടുകളോട് നമുക്ക് സംസാരിക്കാനും അതിനനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ അവർ തരികയും ചെയ്യും. സെർച്ച് എൻജിൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അഥവാ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സെർച്ച് റിസൾട്ടുകൾ നമുക്ക് തരാൻ ഇവർക്ക് കഴിയും. അതേപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ടെക്സ്റ്റും വീഡിയോസും ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ചാറ്റ് ജെമിനി, അതേപോലെ തന്നെ മെറ്റായി, ഇപ്പോൾ പുതുതായിട്ട് വന്ന ഡീപ് സീക്ക്, അങ്ങനെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഡീപ് സീക്ക് ഒക്കെ അടക്കം വലിയ രീതിയിലുള്ള ഡാറ്റകളെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ്.